ശരിക്കും വേൾഡ് കപ്പ് ആവേശങ്ങളും മത്സരങ്ങളും നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടല്ലേ ഇപ്പോൾ. കഴിഞ്ഞ ആ ഒരു മാസക്കാലം അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർമ്മിക്കാൻ ഒരുപാട് കാര്യങ്ങൾ തന്ന ഒരു വേൾഡ് കപ്പ് തന്നെയായിരുന്നു കേട്ടോ അത്. കാരണം അത്രയേറെ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്ലെയേഴ്സ്, അവരുടെ റിട്ടയർമെന്റ്, ലാസ്റ്റ് മത്സരങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ നല്ല നല്ല ഓർമ്മകളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വേൾഡ് കപ്പിൽ ഉണ്ടായിട്ടുണ്ട്. രാത്രി ആയിട്ടുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് കളി കാണുക, അതിൻ്റെ ഒരു ആവേശം വേറെ തന്നെ ആയിരുന്നു കേട്ടോ. എനിവേ ആ ഒരു 4 കൊല്ലം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഫിഫ വേൾഡ് കപ്പിന്റെ ഓളവും കാര്യങ്ങളൊക്കെ മെല്ലെ ഇങ്ങനെ എൻഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അടുത്ത 4 ഇയേഴ്സ് വെയിറ്റ് ചെയ്യണം അല്ലേ. പക്ഷെ എല്ലാ വേൾഡ് കപ്പ് കഴിയുന്ന സമയത്തും നമുക്ക് പറയാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടാവും. അതായത് എല്ലാ കൊല്ലവും ഓരോരോ മാച്ച് ഉണ്ടാവും. അന്ന് നടന്നിട്ടുള്ള ആ മാച്ച് ഉണ്ടല്ലോ, അയ്യോ അത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുട്ബോളിന്റെ കാര്യമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ എടുത്തെടുത്ത് പറയൂലേ. അപ്പൊ ഈ ഒരു കൊല്ലത്തേക്ക് നോക്കുന്ന സമയത്ത് ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മൾ എന്നും ഓർത്ത് വെക്കുന്ന മാച്ച് എപ്പോഴാണ് നടന്നത്, ഏത് ടീം തമ്മിലായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ച സമയത്ത് എന്നോട് റിതിൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇത്. ഈ ഒരു വേൾഡ് കപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർജന്റീന വേഴ്സസ് ഈജിപ്ത് മത്സരമാണ് കേട്ടോ. കാരണം ആ ഒരു മത്സരം അത്രത്തോളം ആവേശം തന്ന ഒരു മത്സരമാണ്. ലൈഫ് ടൈം സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. അർജന്റീനയുടെ കംബാക്ക് ഒരു രക്ഷയില്ല, മാസമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അതില് ഹാഫ് ടൈം വരെ അർജന്റീന 2 ഗോളിന് തോറ്റിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങോട്ട് 78-ാം മിനിറ്റിന് ശേഷം അർജന്റീനയുടെ 3 ഗോളാണ് വീണത്. അതുവരെ 2-0 തോറ്റു നിന്ന ആ ഒരു ടീം 78-ാം മിനിറ്റിന് ശേഷം അത്രയും എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരികയും അവിടെ അർജന്റീന ഫാൻസിന് അത്രയും ആവേശം കൊടുക്കുകയൊക്കെ ചെയ്തൊരു മത്സരം, ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മത്സരം തന്നെ, നല്ലൊരു മത്സരമായിരുന്നു. എനിക്കിപ്പം എടുത്തു പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഈ 2026 വേൾഡ് കപ്പിന്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മത്സരം. ആക്ച്വലി ആ ഒരു മത്സരമൊക്കെ കണ്ടു കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇന്നലെ ഫൈനലിൽ അത് എക്സ്പെക്ട് ചെയ്തു എന്നുള്ളത് ഒരു വേറൊരു സത്യമാണ്. അതായത് 80 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണായിരിക്കും നമ്മൾ വിചാരിച്ചു, പക്ഷെ നടന്നില്ല. സിറ്റി ലൈറ്റ്സിൽ മാളവികയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ മെമ്മറബിൾ ആയിട്ടുള്ള മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ? ജസ്റ്റ് താഴെ കമന്റ് ചെയ്യണേ.